Not sure if you know this, but when we first met, I got so nervous I couldn't speak. In that very moment I found the one, and my life had found its missing piece. So as long as I live, I love you, will heaven hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. What we have is timeless, my love is endless, and with this ring I say to the world, you're my every reason, you're all that I believe in. With all my heart I mean every word. So as long as I live, I love you, will heaven hold you. You look so beautiful in white, and from now to my very last breath, this day I'll cherish. You look so beautiful in white tonight. ആരാ പറഞ്ഞേ? മോനെ കുറിച്ച് എന്തെങ്കിലും പറയേ. രാധാകൃഷ്ണൻ അടിപൊളിയായിട്ടോ? എൻ്റെ മോൻ്റെ കല്യാണം എന്ന് പറയുമ്പോൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റണില്ല. ഒരു ചെറിയ കുട്ടിയായിട്ട് തന്നെയാണ് ഇപ്പോഴും കണക്കാക്കുന്നത്. അവൻ്റെ പഴയ ഓർമ്മകളൊക്കെ എനിക്കിങ്ങനെ ഓടി വരിക. സ്കൂൾ വിട്ട് വന്ന ആ ഗേറ്റിൻ്റെ അവിടെ നിൽക്കണ, ബാഗൊക്കെ തൂക്കി നിൽക്കണ ആ ചെറിയ മോനെ ഓർമ്മ വരുന്നത്. അവൻ്റെ കല്യാണമായി എന്നുള്ളത് എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റണില്ല. എന്തായാലും അവന് പറ്റിയൊരു മോളെ തന്നെയാണ് കിട്ടിയേക്കണത്. അവരുടെ ലൈഫ് നന്നായി പോകുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അങ്ങനെ തന്നെ ഒരു മോളുമാണ്, ഒരു നല്ല ചർച്ചയും നല്ല കുട്ടി, ഓൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ, നല്ല ഒച്ച. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ അങ്ങനത്തെ ഒരു കുട്ടീനെയാണ് അന്വേഷിച്ച് നടന്നത്. അത് തന്നെ എനിക്ക് കിട്ടി. ഏതൊരു മാതാപിതാക്കളുടെ ഒരു സ്വപ്ന നിമിഷം എന്ന് തന്നെ പറയാം അല്ലേ. എൻ്റെ മോനെ പറ്റി എനിക്ക് അങ്ങനെ തന്നെയാണ്. ഭയങ്കര എന്താ പറയുക, എനിക്ക് സന്തോഷം കൊണ്ട് അധികം പറയാൻ പറ്റണില്ല. ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ കല്യാണം, ആദ്യത്തെ മോൻ, അവൻ ആദ്യമായിട്ടുണ്ടായ കുട്ടിയല്ലേ. അപ്പം അവനോടൊരു ഇഷ്ടം കുറച്ച് കൂടുതലാണ് അല്ലേ. എപ്പോഴും ഇങ്ങനെ നമ്മൾ ഏറ്റവും കൂടുതൽ കൊഞ്ചിച്ചുകൊണ്ടിരുന്ന, ഞാനിപ്പോഴും അവനെ തക്കുടു കുടുംബ എന്നൊക്കെ വിളിക്കും. ഇഷ്ടപോലെ കരയരുത് കേട്ടോ. എങ്ങനെയുണ്ട്? It's amazing how you speak right to my heart. Without saying a word, you can light up the dark. Try as I may, I could never explain what I hear. എങ്ങനെ പെട്ടെന്ന് കഴിഞ്ഞെന്നുള്ള തന്നെ അറിയില്ല. ചെറിയ ഓടി നടക്കണ പ്രായം അല്ലേ. അത് ആദ്യമായിട്ട് ജനിച്ച് നമ്മുടെ കയ്യിലേക്ക് തരുന്നത് പള്ളിയിൽ മാമോദിസ, പിന്നെ ഇതിന്റെ കുറുമ്പുകള് എല്ലാം ഓരോന്നോരോന്നായിട്ട് നോക്കും. ആ കുറുമ്പുകളും അവൻ്റെ ഓരോ കാര്യങ്ങളും ഒക്കെ നമുക്ക് ഓർമ്മ അല്ലേ. ഞങ്ങളുടെ ആദ്യത്തെ കുട്ടിയാണല്ലോ പൊന്നു. അപ്പോൾ അവൻ്റെ ആൽബം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജനിച്ച അന്ന് മുതലുള്ള ഇതുവരെയുള്ള അവൻ്റെ എല്ലാ ഫോട്ടോസും സൂക്ഷിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു ആൽബം തന്നെയാണ്. അപ്പയാണ് അത് ഫുള്ളായിട്ട് ചെയ്തത്. പൊന്നു ദ ഗ്രേറ്റ്.
ആദ്യത്തെ കുട്ടികളോട് എപ്പോഴും കുറച്ച് കൗതുകം ഉണ്ട്. രണ്ടാമത്തെ കുട്ടീനെ ഇഷ്ടമുണ്ട് കേട്ടോ. രണ്ടാമത്തെ കുട്ടിക്ക് അങ്ങനെ ഒരു ആൽബം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളൊരു വിഷമം അവൾക്കുണ്ട്. അതേപോലെ എപ്പോഴും പറയും ഏട്ടന്റെ ഫോട്ടോ കൂടുതലുള്ള എന്റെ ഫോട്ടോ പറയും. 6 മാസം മുമ്പാണ് ആലോചന വന്നത്. ഈ ആലോചന വന്നിട്ട് അവനും പറഞ്ഞു ഒരു 6 മാസം കഴിഞ്ഞിട്ട് മതി, ധൃതി പിടിച്ചൊരു കല്യാണം വേണ്ട. അപ്പം അങ്ങനെ ഞങ്ങൾ അറിയാവുന്ന ഒരു പെൺകുട്ടിയും കൂടിയാണ്. അങ്ങനെ 6 മാസം അവർ സ്നേഹിച്ചു. നമ്മൾ വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, ഞങ്ങൾക്ക് ഇഷ്ടമായി. പക്ഷെ ഒരു ഒഫീഷ്യൽ പെണ്ണ് കാണല് ഞങ്ങൾ ആദ്യം പോയില്ല, ഇവരോട് പോയി കാണാൻ പറഞ്ഞു. ഇവർക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ മാത്രം ഞങ്ങൾ പോകണുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഇവർ രണ്ടുപേരും സംസാരിച്ചപ്പോൾ ഓക്കെയാണ്, അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അത് പിന്നെയാണ് ഞങ്ങൾ ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ഫാമിലി പോയിട്ട് കണ്ടത്. അപ്പോഴേക്കും അവര് നല്ല സംസാരിച്ച് നല്ല ഇഷ്ടമായി. റേച്ചാനും പൊന്നും പോയിട്ട് കണ്ടായിരുന്നു. പിന്നെന്താ, എങ്ങനെ നോക്കിയാലും അവന്റെ മനസ്സിലെ ഇഷ്ടമാണല്ലോ ഏറ്റവും കൂടുതൽ പ്രാധാന്യം. അത് ഏറ്റവും ഇഷ്ടമാണ്. പിന്നെ ഞങ്ങൾക്കും അതിന്റെ കൂടെയെന്നല്ല എല്ലാ തരത്തിലും ഇഷ്ടമായി. പിന്നെ അവന് പറ്റിയ മോള് തന്നെയാണ് അല്ലെ, ഒരു ഇത് തന്നെയാണ്. അപ്പൊ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി ആ കൊച്ചിന്. കാവിനടുത്തൊരു മരമുണ്ട്, മരത്തിൽ നിറയെ പൂവുണ്ട്, പൂവറിക്കാൻ പോരാമോ പെണ്ണാളെ പെണ്ണാളെ പൂവിലെ പെണ്ണാളെ. Oh, the smile on your face, the touch of your hand lets me know that you need me, girl. ടെൻഷൻ എല്ലാം നമ്മള് പ്രിപ്പയർഡ് അല്ല. അത് കവർ ചെയ്ത് റണ്ണിങ്ങിൽ കവർ ചെയ്ത് പോലെ മുമ്പിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരങ്ങൾ തരണമേ. കടക്കാരുടെ ക്ഷമിച്ചു പോലെ കടങ്ങളും പാവങ്ങളും ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ദുഷ്ടനെ രക്ഷിച്ചുകൊള്ളണമേ. എന്തുകൊണ്ടെന്ന് രാജ്യശക്തി മഹത്വം ചിന്തയ്ക്ക് നിനക്കുള്ളതാകുന്നതാമേ. ഞാൻ പറഞ്ഞു പറയുമ്പോൾ എനിക്ക് സമാധാനം. നമ്മുടെ ഭർത്താവിനോടുകൂടെ സ്ത്രീകളെന്ന് എൻ്റെ വീട്ടിൽമേ നമ്മുടെ ഭർത്താവ് ക്ഷമിച്ച വാർത്തനാവുന്നു. ശുദ്ധമുള്ള അനിയവർത്തം പറയുമ്പോൾ തമ്മിലാൻ്റെ അഭിഭാഗികളായി ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴെപ്പോഴും ഞങ്ങളുടെ വനനടിയിലും ചെയ്യുന്നവരുടെ അപേക്ഷിച്ചുകൊള്ളണമേ. ആമേ. ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ ഇരുവോടെ എരിയുന്നു. ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷനെ നിങ്ങളെ നിർമ്മല കന്യയായി ഏൽപ്പിക്കാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു. സൃഷ്ടാവ് മനുഷ്യനെ ആണും പെണ്ണുമായി സൃഷ്ടിച്ചുവെന്നും അത് നിമിത്തം പുരുഷൻ തൻ്റെ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരുമെന്നും ഇരുവരും ഒരു ദേഹമായി തീരുമെന്നും അരുളി ചെയ്ത മെസ്സിഹ കർത്താവേ, വിവാഹം നിന്നാൽ നിശ്ചയിക്കപ്പെട്ടതാകുന്നു, അത് പരിശുദ്ധവുമാകുന്നു. ആരും അതീതരലും അത് വേർപ്പെടുത്താൻ പാടില്ലാത്ത ഒരു ദൃഢബന്ധമാകുന്നു. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുതെന്ന് അരുളി ചെയ്ത കർത്താവെ, നിന്നിൽ ആശ്രയിച്ചുകൊണ്ട് ഞങ്ങൾ ഈ വിവാഹത്തെപ്പറ്റി ചിന്തിക്കുകയും തീരുമാനിക്കുകയും ചെയ്യുന്നതിനായി ഇവിടെ കൂടിയിരിക്കുന്നു. ഞങ്ങൾ നിർവഹിക്കുന്ന ഇന്നത്തെ വിവാഹ നിശ്ചയം നിന്റെ ഹിതപ്രകാരമായിരിക്കണമേ. ലൗകികമായ നേട്ടങ്ങൾക്ക് മുൻതൂക്കം നൽകാതെ ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും കഴിഞ്ഞില്ല.
and curse at the wind. He broke his own heart and I watched as he tried to reassemble it. And my mama swore that she would never let herself forget. And that was the day that I promised I'd never sing of love if it does not exist. But darling, you are the only exception. 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 Well, maybe I know somewhere deep in my soul that love never lasts, and we've got to find other ways to make it alone or keep a straight face. And I've always lived like this, keeping a comfortable distance. And up until now I had sworn to myself that I'm content with loneliness, because none of it was ever worth the risk. Well, you are the only exception. 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 എൻ്റെ ബർത്ത്ഡേക്കായിരുന്നു എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതെന്ന് പറയുന്നത് ഒരു വലിയ സർപ്രൈസ് ആയിരുന്നു. സത്യം പറഞ്ഞാൽ ആൾ പ്രപ്പോസ് ചെയ്യുമെന്നൊക്കെ എനിക്കറിയായിരുന്നു. ഞാനിപ്പം അത് പറഞ്ഞാൽ വിശ്വസിക്കില്ലാത്തതുകൊണ്ട് ഞാൻ വാട്സാപ്പിൽ ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു. നമുക്ക് തന്നെ മെസ്സേജ് അയക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ടൈപ്പ് ചെയ്ത് വെച്ചായിരുന്നു. പക്ഷെ പുള്ളി ഇത്രയും ഗ്രാൻഡായിട്ട് ഒരു ഇവൻറ്റ്സിനൊക്കെ കൊടുത്ത് ചെയ്ത് ഒക്കെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. പിന്നെ ആളെന്ന് പറയുന്നത് നമ്മൾ എത്ര മൈന്യൂട്ട് ഓഫ് ദ മൈന്യൂട്ട് തിങ്സ് പറഞ്ഞാലും ആൾ ഓർത്ത് വെക്കും. എത്ര മുന്നേ പറഞ്ഞാലും ഓർത്ത് വെക്കും. ഒരു നല്ല എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഉർവശി മോഹൻലാലും തമ്മിലുള്ള ഒരു സിനിമയ്ക്കകത്ത് ലെറ്റർ ഇട്ടുള്ള ഉർവശി, അന്ന് നിങ്ങൾ ഈ പൊട്ട് തൊട്ടപ്പോൾ കൊള്ളായിരുന്നെന്ന് പറഞ്ഞില്ലേ, അതേപോലെ അടിച്ചു. പക്ഷേ ഓൾ ജോക്സ് അപ്പാർട്ട്, ഹീസ് എ വെരി വെരി ലവിങ് ആൻഡ് കെയറിങ് പേഴ്സൺ. And I really believe I'm getting married to the best man in the world. എൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ തന്നെ റിമൈൻഡർ ഇട്ട് എൻ്റെ എൻഗേജ്മെൻ്റ് ആണെന്ന് ഓർക്കേണ്ട അവസ്ഥയാണ്. കാരണം എനിക്കിങ്ങനെ ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മിക്സ്ഡ് ഫീലിങ്സ്. എക്സൈറ്റ്മെൻ്റ് ഉണ്ട്, വീട്ടിൽ നിന്ന് ഇനി 2 ആഴ്ച കൂടി കഴിഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് മാറി നിൽക്കണമല്ലോ എന്നുള്ള കുഞ്ഞു സങ്കടമുണ്ട്, എല്ലാം ഉണ്ട്. ഇറ്റ്സ് എ മിക്സ്ഡ് ഫീലിംഗ്. നരീനെ പറ്റി പറയാച്ചാൽ എനിക്ക് കിട്ടിയ കോളേജ് ഫസ്റ്റ് ഫ്രണ്ട് അത് ഇത്രയും കൊല്ലമായിട്ടുണ്ട്. അപ്പം ഇപ്പം എനിക്ക് പറയാൻ ഈ റിയലി ഗോണ മിസ് ഹെർ. ഇപ്പൊ ഒരു ഭയങ്കര എക്സൈറ്റഡ് ആണ്, പക്ഷെ വിഷമമുണ്ട്. ഞങ്ങൾ ഒരു റൂമിലായിരുന്നു, ഞങ്ങൾ 3 പേരായിരുന്നു റൂമിൽ. ഷി വാസ് ലൈക്ക് എ മദർ. ഞങ്ങൾ റൂമിൽ എല്ലാം നോക്കുന്നതും ഞങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതും എല്ലാം പറഞ്ഞു തരുന്നത് മെറിയായിരുന്നു. വി ആർ റിയലി ഗോണ മിസ് ഹെർ. സപ്ലൈ എക്സാം ഇരിക്കുന്നതാണ് ഞങ്ങൾ ഓർക്കുന്നത്. എനിക്ക് ഫസ്റ്റ് മെമ്മറി ഞാൻ പഠിക്കാത്ത ഞാൻ ആദ്യം പോയി ചോദിച്ചു വെറി നമുക്ക് പഠിക്കാം. അങ്ങനെ ഞങ്ങൾ ഫ്രണ്ട്ഷിപ്പ് തുടങ്ങിയതാ. അവിടെ ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയി. ഇപ്പോഴും ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്. പിന്നെ അതെ എക്സാം ടൈമിൽ ഞങ്ങൾ ഒരു സ്പെഷ്യൽ ബോണ്ട് ആ സമയത്ത് എപ്പോഴും ഒരു സ്പെഷ്യലാ. ബെസ്റ്റ് ഫ്രണ്ട് എപ്പോഴും ആത്മാർത്ഥമായിട്ട് അവിടെ സ്നേഹിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളുടെ ശത്രുക്കളെ ഞങ്ങൾ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.
അത്യുന്നതങ്ങൾ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ തിരുമനസ്സുറത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ട ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തെറ്റ് ചെയ്യുന്നവർ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനങ്ങളിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിച്ചുകൊള്ളണമേ. ആമേൻ. കാരുണ്യവാനായ ദൈവമേ, മംഗലകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട മകളെയും മോഹിതനെയും വിവാഹത്തിനായി തെരഞ്ഞെടുക്കാൻ തിരുമനസ്സായ അങ്ങയുടെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പര വിവാഹം ചെയ്യുവാനായി മനസ്സമ്മതത്തിന് പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാൻ അന്യോന്യം താങ്ങും തണലുമായി വ്യാപരിക്കുവാൻ വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങൾ എല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിട്ട് കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. ആമേൻ. സകലത്തിൻ്റെ നാഥനായ സർവേശ്വര എന്നേക്കും. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, നിസ്തി കർത്താവങ്ങയുടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാണ്. അങ്ങയുടെ തരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. മഞ്ജുവാൻറ്റി, നിങ്ങളുടെ വിവാഹം എന്ന കൂദാശയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് തിരുസഭ നിങ്ങൾക്ക് ഒരു അവസരം തരികയാണ്. ഈ കൂദാശ സ്വീകരിക്കാൻ സമ്മതമാണെന്ന് ഔദ്യോഗികമായി തിരുസഭയെ പരസ്യമായിട്ട് പറയുവാൻ വേണ്ടിയിട്ട്
ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പാപത്തിൽ വീഴാനിടയാക്കരുതേ. ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേയതാകുന്നു. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയത്തിൽ ജീവിക്കുവാനുള്ള സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബ ജീവിതത്തിന് ഞങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ ദൈവം. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ ദൈവം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കുവാൻ എനിക്കിടയാകാതിരിക്കട്ടെ. അങ്ങയുടെ നാവിൽ പുറപ്പെടുന്ന ശാസ്ത്രത്തിന്റെ അതരങ്ങൾ പ്രഘോഷിക്കും. സമ്പൽ സമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങൾ അനുഗ്രഹിക്കുകയും അങ്ങയുടെ മാർഗ്ഗത്തിൽ അർപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതലേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിന്റെ മഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ഞങ്ങളെപ്പോഴും സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവ്വരും വന്നാൽ പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തി പാടിടുവിൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സത്യനും ബലവാനും അമൃതനുമായ കർത്താവയുടെ സ്വഭാവത്തിനൊത്ത വിധം ഇപ്പോൾ ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. എന്റെ സഹോദരി എഴുതിയ 1 ലേഖനം 13-ാം അധ്യായം 1 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ കർത്താവായി ശ്രദ്ധിച്ചാൽ. ഞാൻ മനുഷ്യരുടെയും ദേവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചങ്ങലയോ ചെറുക്കുന്ന കൈത്താളമോമാണ്. എനിക്ക് പ്രവചനപരം ഉണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും
മലകളെ മാറ്റത്തക്ക വിശ്വാസം എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയുള്ളതുമാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ സ്തുതി. വായിച്ചാത്മാവിൽ കൊണ്ടു ജീവിക്കാം, വാലിൽ ഭൂവിലും നിരന്തരം മുഴങ്ങുവാൻ, വഴിയും സത്യവും ജീവനുമാകുന്ന വചനം തിരുവചനം. നമുക്ക് ശ്രദ്ധാപൂർവ്വം പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ അറിയിച്ച് നമ്മുടെ കർത്താവ് യേശു മിശിഹായ പരിശുദ്ധ സുവിശേഷം നമ്മുടെ അധ്യായം 15:9 മുതലുള്ള വാക്യങ്ങൾ. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ നാമത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. മോഹിത് മെറി. സ്വർഗീയ മണവാളനായ ക്രിസ്തു തന്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭ അവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിന്റെ ഔദാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പരിപൂർണ മനസ്സോടു കൂടിയാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്ക് ഇപ്പോൾ അവസരം നൽകുകയാണ്. അതിനാൽ നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കണം. മോഹിത് മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടി മെറിയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? മെറി മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ മോഹിതിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? സാക്ഷികൾ രണ്ടുപേരും മുമ്പോട്ട്. നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണ്. നിങ്ങളുടെ ഈ വിവാഹം വാഗ്ദാനം സഫലമാകുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കർത്താവായ ദൈവമേ, വിവാഹ വാഗ്ദാനത്തിന്റെ അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങളെ അങ്ങ് ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ.
മരണം വരെ നിൽക്കാനുള്ള ബോധ്യത്തോടെ ഇവരെ കുദാശ സ്വീകരിക്കുന്നതിനെ ഒരുങ്ങുവാൻ ഈശയാണവരെ പരസ്പരം യോജിക്കുന്ന അറിയുവാനും വിവാഹത്തിന് പരസ്പര ഐക്യവും വിശ്വസ്തയും ആവശ്യമാണെന്ന് ബോധ്യപ്പെട്ട് വിവാഹത്തിന് ഒരുങ്ങുവാൻ വിവാഹബന്ധത്തിന് അഭേദയും കുടുംബജീവിതത്തിന്റെ ഉത്തരവാദിത്തം ശരിയായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് വിവാഹ ജീവിതത്തിന് ഒരുങ്ങുവാനും സ്നേഹത്തെ പ്രതീക്ഷോയെ പോലെ ഇവരും സ്നേഹത്തെ പ്രതീക്ഷ ആങ്ങൾ ഏറ്റെടുക്കുന്നതിന് ശ്രദ്ധയുള്ളവരായി തീരുവാൻ വിവാഹബന്ധത്തിലെ പ്രവേശിച്ചവരുടെ അടുത്തുള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും പ്രത്യാശാപരമായ പ്രാർത്ഥനയിലൂടെ വിവാഹത്തിൽ സ്വയം സജ്ജമാക്കുവാനും നമുക്കെല്ലാവർക്കും നമ്മെ ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും നമുക്ക് സമർപ്പിക്കാം. മനുഷ്യനെയും പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ച ദൈവമേ, അങ്ങേടതമായ പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യാഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്നവരെ സ്നേഹത്തിൽ വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമായ വിധം അനുഗ്രഹിക്കുകയും മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചു അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാനിരതരായി വിവാഹത്തിനൊരുങ്ങുവാൻ കാരുണ്യവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടി വിവാഹം എന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാനുവരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. I found a love for me. Well, darling, just dive right in and follow my lead. Well, I found a girl, beautiful and sweet. Well, I never knew you were the someone waiting for me. 'Cause we were just kids when we fell in love, not knowing what it was. I will not give you up this time. Oh, darling, just kiss me slow. Your heart is all I own, and in your eyes you're holding mine. Baby, I'm dancing in the dark with you between my arms, barefoot on the grass. We're listening to our favorite song. When you said you looked a mess, I whispered underneath my breath, but you heard it. Darling, you look perfect tonight. Well, I found a woman stronger than anyone I know. She shares my dreams. I hope that someday I'll share her home. I found a love to carry more than just my secrets, to carry love, to carry children of our own. We are still kids, but we're so in love, fighting against all odds. I know we'll be alright this time. Darling, just hold my hand, be my girl, I'll be your man. ഇനിയിപ്പോ നിന്നെ സ്കോപ്പുള്ളൂ, ഞാൻ ഔട്ട് ഓഫ് കൺട്രോൾ ആയി. നമ്മളെ കഞ്ഞൂരടുത്ത് എവിടെയെങ്കിലും കെട്ടിക്കാം. എന്നാ പിന്നെ കഴിഞ്ഞു. നോക്കാൻ ആരെങ്കിലും വേണ്ട. അവള് കെട്ടിപ്പോവും ഇപ്പൊ.
അവൾ വന്നിട്ട് എനിക്ക് വെച്ചടി വെച്ചടി കേസായിരുന്നു. ഞാൻ ജോലി കിട്ടുന്നതിന് മുമ്പ് നല്ലൊരു മകളായിരുന്നു. ജോലി കിട്ടിക്കഴിയുമ്പോൾ എന്ത് ചോദിച്ചാലും എൻ്റെ കുഞ്ഞ് എൻ്റെ കാശില്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ കാശില്ല, ഇതാണ് ഡയലോഗ്. വയറിലാകട്ടെ ഭയങ്കര ഇല്ലാത്തത് കൊണ്ടല്ലേ. ഖത്തറിൽ ഞാൻ ഇരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് അപ്പ ബാത്ത് ആൻഡ് ബോഡി സ്പ്രേ, ആപ്പിൾ 18 ഫോണ്, പിന്നെ ഇനി എന്തൊക്കെയാണോ ഇല്ലാത്തതെല്ലാം. എന്നിട്ട് ഇവിടെ വന്ന് അന്നൊക്കെ കാശിന് എൻ്റെ കാശിന് ഒരു പ്രശ്നമില്ല. ഇവിടെ വന്നു കഴിഞ്ഞാൽ ജോലി കിട്ടിക്കഴിഞ്ഞാൽ എൻ്റെ മോളെ 2 ഗീ കേക്ക് വാങ്ങിച്ചു തരാമെന്ന് ചോദിച്ചാൽ ടൈറ്റ് എന്നല്ല, എൻ്റെ കുഞ്ഞ് എൻ്റെ കാശൊന്നും ഇല്ല. ഇതാണ് അപ്പനോട് പറഞ്ഞ ഡയലോഗ്. എൻ്റെ കയ്യിലില്ല കേസ്, അതുകൊണ്ടാണ്. അല്ല, ഇപ്രാവശ്യം ഖത്തറിൽ പോയിരുന്നപ്പോൾ ഞാനും ഭാര്യയും കൂടെ ഇനിയിപ്പോൾ സൗന്ദര്യ വസ്തുക്കളൊക്കെ ഉപയോഗിച്ച് ഞങ്ങൾക്ക് കുറച്ച് സുന്ദരന്മാരാണെന്ന് വിചാരിച്ച് ഞങ്ങൾ ബാത്തനും കൂടി 2 ക്രീം വാങ്ങിച്ചുകൊണ്ട് വന്നു. അതും എടുത്തുകൊണ്ട് പോയി. ഇനി എനിക്ക് ആരും എനിക്ക് വേണ്ട. ലാസ്റ്റ് എല്ലാ കഥയും പറയണ്ട, ഇതെല്ലാം വരും. ഇനിയും കിടക്കുന്നു. മതിയോ? സന്തോഷായില്ലേ? Now I know I have met an angel in person, and she looks perfect. I don't deserve this. You look perfect tonight. അങ്ങനെ മെറി വന്നപ്പോ ഇച്ചിരി അസൂയായിരുന്നു എന്റെ ചേട്ടൻ എടുത്തുനിന്ന്. പക്ഷെ പിന്നെ സെറ്റായി. ഞാൻ എവിടെയും പോയില്ലടി. എന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ ചേട്ടൻ. ഇന്നസെന്റ് അല്ല, പാവാണ്, പെട്ടെന്ന് കരയും, എന്നാ സ്ട്രോങ് ആണ്, സിറ്റുവേഷൻസ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം. പക്ഷേ ഹി നീഡ്സ് എ സപ്പോർട്ട് ആൻഡ് ദാറ്റ് ഈസ് മെറി. അപ്പ ചേട്ടൻ പറഞ്ഞു ആളെ ഒന്ന് കൺട്രോൾ ചെയ്യണം, നോക്കി പിടിച്ചോളാം. പിടിച്ചിരിക്കും, പ്രത്യേകം ഒന്ന് പിടിച്ചു നിർത്തിയാൽ മതി, എങ്ങും ഓടി പോവാതെ. August afternoon, I can picture you walking with your father at your side. In the summer heat, California speaks softly like she's making up her mind. Finally we are getting married. It was a roller coaster ride. പക്ഷേ we got through. ഇനി we have to sail more. Yeah. Hopefully we will sail good. മറ്റേത് we are fighting with others, now we fight. I've been counting my stars, 'cause loving you.
അല്പസമയമായി നമ്മളൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ, കാത്തിരിക്കുകയാണ് മെറിയും മോഹിത്തും ഇവിടേക്ക് എത്തിച്ചേരുന്ന ഏറ്റവും നല്ലൊരു നിമിഷത്തിനായി. ഫൈനലി ഡിയർ ഫാമിലി ആൻഡ് ഫ്രണ്ട്സ്, വിത്തിൻ ഫ്യൂ മിനിറ്റ്സ് നമ്മൾ ഏവരും കാണാനായി കാത്തിരിക്കുന്ന ഇന്നത്തെ ഒരു ദിവസത്തിന്റെ ദി റിയൽ സ്റ്റാർസ്, ഇന്നത്തെ താരങ്ങൾ ഇവിടേക്ക് എത്തിച്ചേരാനായിട്ട് പോവുകയാണ്. 2024 എന്ന നല്ലൊരു വർഷത്തിൽ ദൈവം ഇരു കുടുംബങ്ങൾക്കുമായി അനുവദിച്ച ഈ ഒരു ദിവസത്തിന്റെ ഇരു ഫാമിലീസിന്റെ വലിയൊരു ഗിഫ്റ്റാണ് നമ്മൾ ഈ സമയം വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത്. രണ്ടുപേരും ഈ സമയം മെയിൻ എൻട്രിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. And now, ladies and gentlemen, for the moment you have been waiting for, let us all rise and put your hands together. Let me welcome the one and only Mohit and Mary is here, everybody. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the world you brought to life, to life. So love me like you do, la la, love me like you do. Love me like you do, la la, love me like you do. So let's join together and give a big, big, big round of applause to your Mohit and Mary, everybody. Please. ഫാമിലി മെമ്പേഴ്സ് ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരിക്കാൻ ഏറ്റവും സ്നേഹപൂർവ്വം റിക്വസ്റ്റ് ചെയ്യുകയാണ്. അവർക്കൊരു സ്പെഷ്യൽ ഇൻട്രോ ഒക്കെ കൊടുത്ത് വെൽക്കം ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നതാണ്. ആൻഡ് കുറച്ച് സമയം നമ്മൾ കാത്തിരിക്കുകയായിരുന്നു മെറിയും മോഹിത്തും എത്തിച്ചേരുന്ന നല്ലൊരു നിമിഷത്തിനായി. ഇരു കുടുംബങ്ങളുടെയും വലിയൊരു സന്തോഷം അത് പൂർണ്ണമാക്കിക്കൊണ്ട് രണ്ടുപേരും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഫസ്റ്റ് ഓഫ് ഓൾ മോഹിത്, വെൽക്കം ടു യുവർ ഫാമിലി. യെസ്, ആൻഡ് മെറി, കൺഗ്രാറ്റുലേഷൻസ്. ആക്ച്വലി ഞാനങ്ങനെ ആലോചിക്കായിരുന്നു, മെറി എന്ന് പറയുമ്പോൾ തന്നെ സന്തോഷം അല്ലേ, ഹാപ്പി, സന്തോഷം എന്നാണ് അർത്ഥം വരുന്നത്. ആൻഡ് ഞങ്ങൾ നോക്കുമായിരുന്നു മോഹിത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്ന് പറയുമ്പോൾ എംപയർ അല്ലെങ്കിൽ ബ്യൂട്ടി. അപ്പോൾ എനിവേ 100% മാച്ചിങ് ആയിട്ടുള്ള ഒരു ബ്യൂട്ടിഫുൾ കപ്പിളിനെയാണ് നമുക്ക് ഈ സമയം വേദിയിൽ കാണാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഇന്ന് ഒരുപാട് നമ്മുടെ ഫ്രണ്ട്സും ഫാമിലി മെമ്പേഴ്സ് അടക്കം ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. എനിക്കറിയാം രണ്ടുപേർക്കും ഒരു ഫോർമൽ ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തർക്കും അത്രയേറെ സുപരിചിതരായിട്ടുള്ള വ്യക്തികളാണ് ഇവർ രണ്ടുപേരും. എങ്കിൽ പോലും ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ രണ്ടുപേരെയും ഈ സമയം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് കൂടെ ആഗ്രഹിക്കുകയാണ്. ഫസ്റ്റ് ദി ബ്രൈഡ് മെറി ജോസ്, മിസ്റ്റർ ജോസ് ജോർജിൻ്റെയും മിസ്സസ് മാഗി ജോസിൻ്റെയും ഏക മകളാണ്. ആൻഡ് ഷീ ഈസ് കംപ്ലീറ്റർ സയൻസ് എഞ്ചിനീയറിംഗ് ഫ്രം രാജഗിരി സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി and also completed MBA from SB College Changanasheri in HR and Operations. And currently she is working with Tata Consultancy Services in Kochi. And moving to handsome groom, Mr. Mohit R. Chervattur, Mr. Reggie B. Chervatturindeyum, Mrs. Sonia Reggie-deyum maganana. And he is completed BBA from St. Thomas College, Thrissur, and also completed MBA from MIT Pune in Entrepreneurship Development. And everybody knows he was a good businessman. He is part of their family textile business, Kerala Vastralayam Kunnakulam. ഇതിൽ ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യെസ്, താങ്ക് യു വെരി മച്ച്. എനിക്കറിയാം ഒരുപാട് പ്രൗഡിയും പാരമ്പര്യമൊക്കെ ഉള്ളൊരു മണ്ണാണ് കുന്നംകുളം. അവിടുന്ന് ഒരുപാട് പേര് നമ്മുടെ ക്ഷണിക്കപ്പെട്ട് വളരെ സ്പെഷ്യലായിട്ട് എത്തിയിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ ഒരിക്കൽ കൂടെ വലിയൊരു സ്വാഗതം ഞാൻ ഈ സമയം ആശംസിക്കുകയാണ്. ഞാൻ പറയാൻ വന്ന കാര്യം ഇതാണ്. ആക്ച്വലി നമ്മുടെ ഒരു ബിസിനസ് 1933 എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളതാണ്. അതിലൊരു 5th ജനറേഷനിൽ വരുന്ന ഒരാൾ കൂടിയാണ് മോഹിത്. എനിവേ എല്ലാവിധ ആശംസകളും വളരെ ഭംഗിയായി തന്നെ മുന്നോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ. എനിവേ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ബോണ്ടിങ് എഗ്രി ചെയ്യുന്ന രണ്ടുപേരും 100% മാച്ചിങ് ആയിട്ടുള്ള കപ്പിൾ ആണെന്ന്? യെസ് ഓർ നോ? യെസ്. എൻ്റെ മുന്നിലിരിക്കുന്ന ക്രൗഡ് വളരെ എനർജറ്റിക് ആണ്, വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ക്രൗഡ് ആണെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. അങ്ങനെയൊക്കെ തന്നെയല്ലേ? അതെ. എനിവേ താങ്ക് യു സോ മച്ച്. അടുത്തതായി വേദിയിലേക്ക് നമ്മൾ വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നത് മെറിയുടെയും മോഹിത്തിൻ്റെയും ഏറ്റവും പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾ, അവരുടെ പാരൻസ് ആയിരിക്കും ആദ്യം വേദിയിലേക്ക് എത്തിച്ചേരുന്നത്. ഈ സമയം വെൽക്കം ചെയ്യുന്നത് മെറിയുടെ പാരൻസിനെയാണ്. ഞാനും നിങ്ങളും നമ്മളെല്ലാവരും കാത്തിരുന്നിട്ടുള്ള ഏറ്റവും നല്ലൊരു നിമിഷമാണ് ഇത്.
പക്ഷേ അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് ഈ ഒരു നിമിഷത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള ഇവരുടെ പ്രിയപ്പെട്ട പാരന്റ്സിനെ ഈ സമയം വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. Ladies and gentlemen, with all due respect and love, I would like to welcome Mr. Jose George and Mrs. Maggie Jose onto this wonderful dais. Namaskaram, please. Hello sir. Hi ma'am. Please. ആൻഡ് ഇനി വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള വ്യക്തികളാണ് മോഹിത്തിൻ്റെ പാരൻസ്. അവരെ നമ്മൾ ഈ സമയം വേദിയിലേക്ക് വെൽക്കം ചെയ്യാനായിട്ട് തന്നെ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ നമ്മുടെ ഈ ഒരു കുടുംബവുമായിട്ട് ഒന്ന് ചേർക്കപ്പെട്ടിരിക്കുന്ന ഫാമിലി മെമ്പേഴ്സ് എന്ന് തന്നെ പറയേണ്ടി വരും മോഹിത്തിൻ്റെ ഫാമിലി. എനിവേ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് വേദിയിലേക്ക് എത്തിച്ചേരുന്നു. നേരാ കൈയടികളുമായി തന്നെ വെൽക്കം ചെയ്യുകയാണ് മിസ്റ്റർ റെജി ബി ചെറുവത്തൂർ ആൻഡ് മിസ്സസ് സോണിയ റെജി ഓൺ ടു ദിസ് വണ്ടർഫുൾ ഡൈസ് എവരിബഡി. Mr. Reggie B. Chervatur and Mrs. Sonia Reggie, please. എനിക്കറിയാം ഒരാൾ കൂടെ ഇവിടെ എത്തിച്ചേരാനുള്ളത്, ബട്ട് ഷീസ് റിയലി സ്പെഷ്യൽ. അതുകൊണ്ട് ഒരു സ്പെഷ്യൽ ഇൻട്രോ അങ്ങ് കൊടുക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. എനിവേ മോഹിതിന്റെ ഏറ്റവും പ്രിയപ്പെട്ട സിസ്റ്ററാണ് ഈ സമയം വേദിയിലേക്ക് എത്തിച്ചേരാനായിട്ട് പോകുന്നത്. Let me welcome the one and only Sisera Reggie Chervatur onto this wonderful dais. So നമ്മുടെ ബ്യൂട്ടിഫുൾ ഫാമിലിയാണ് എത്തിച്ചേർന്നിരിക്കുന്നത്. Right now let me introduce Mr. Jose George. He is working with a private telecommunication firm in Qatar. ഒപ്പം തന്നെ മെറിയുടെ ഏറ്റവും പ്രിയപ്പെട്ട മമ്മി മിസ്സസ് മാഗി ജോസ്. ഷീ ഈസ് എ വെരി ക്രിയേറ്റീവ് പേഴ്സൺ, നല്ലൊരു ഹോം മേക്കറാണ്. ആൻഡ് ഇതാ ഇവിടേക്ക് എത്തിച്ചേരുമ്പോൾ മോഹിതിൻ്റെ ഫാമിലി മെമ്പേഴ്സ് പാരൻസ് മിസ്റ്റർ റെജി ബി ചെറുവത്തൂർ മിസ്സസ് സോണിയ റെജി ഇത്ര ഭംഗിയായിട്ട് ഒരു ബിസിനസ് നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിൻ്റെ പില്ലർ ആൻഡ് സപ്പോർട്ടർ ആൻഡ് എവറിത്തിങ് അല്ലേ, ഒരു ബാക്ക് ബോൺ എന്ന് തന്നെ പറയാം. ഭംഗിയായിട്ട് തന്നെ ബിസിനസ്സിനൊക്കെ മോഹിതിനെ ഹെൽപ്പ് ചെയ്യുന്നു, അല്ലെങ്കിൽ മോഹിത്തിനോട് കൂടി ആയിരിക്കുന്നു. And Sisera Reggie Chervatur, she has completed her architecture from Avani Institute, Tamarasheri, and moving to UK for her MArch soon. എന്താണെങ്കിലും വിഷ് വെരി ഓൾ ദി ബെസ്റ്റ്, എല്ലാ കാര്യങ്ങളും ഭംഗിയാവട്ടെ. എനിവേ നിങ്ങൾ ആക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന കാണാനായിട്ട് ആഗ്രഹിച്ച ഒരു ബ്യൂട്ടിഫുൾ ഫാമിലി യൂണിയൻ ആണ് ഇപ്പോൾ ദാ ഈ വേദിയിൽ നിൽക്കുന്നത്. സോ ഒരിക്കൽ കൂടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഈ ചെറിയ വലിയ കുടുംബത്തിന്റെ പേരിൽ ഈ ഒരു ഗ്രാൻഡ് ബെട്രോത്തൽ റിസപ്ഷനിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം വെൽക്കം ചെയ്യുകയാണ്. വിശുദ്ധ ഗ്രന്ഥത്തിൽ നാം വായിച്ചിട്ടുള്ളതുപോലെ ശ്രവിച്ചിട്ടുള്ളതുപോലെ വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇവ മൂന്നും നിലനിൽക്കുന്നു. എന്നാൽ ഏറ്റവും സർവോത്കൃഷ്ടമായത് സ്നേഹം തന്നെയാണ്. നല്ലവനായ ദൈവത്തിൻ്റെ എല്ലാവിധ ബ്ലെസ്സിങ്സും ഇവർ രണ്ടുപേരുടെ കൂടെ അത് ഫാമിലി മെമ്പേഴ്സിൻ്റെ കൂടെ എന്നെന്നും ഉണ്ടാകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഏറ്റവും സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ് മെറി ആൻഡ് മോഹിത് വിത്ത് യുവർ ഫാമിലി. നിങ്ങളെല്ലാവരും ഈ സമയം ക്യാൻഡിൽ ലൈറ്റിംഗ് സെറമണിക്കായിട്ട് മുന്നിലേക്ക് ചേർന്ന് നിൽക്കുന്നു. പ്ലീസ് കം ഫോർവേഡ്. തുടർന്ന് ക്ഷണിക്കുകയാണ് മോഹിതിന്റെ ഫാമിലി. യെസ്, മോഹിതിന്റെ ഫാമിലി ഒരുമിച്ച് ചേർന്നത് കൊണ്ട് നെക്സ്റ്റ് ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യുന്നു. Embark on this journey together. I invite Mr. Jose George and Mrs. Maggie Jose. Next candle lighting change. ഏതൊരു ആഘോഷമാണെങ്കിലും സന്തോഷമാണെങ്കിലും മധുരം പങ്കുവയ്ക്കാതെ അത് പൂർണ്ണമാകുന്നില്ല. ഇത്രയും വലിയൊരു ഹാപ്പിനെസ്, ഇത്രയും വലിയൊരു സന്തോഷം ഈ ഒരു വീട്ടിൽ നടക്കുമ്പോൾ ആ വലിയൊരു ഹാപ്പിനെസ് നിങ്ങൾ എല്ലാവരുമായിട്ടൊന്ന് ഷെയർ ചെയ്യാനായിട്ട് കൂടെ ഞങ്ങൾ ഈ സമയം ആഗ്രഹിക്കുകയാണ്. ബട്ട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്, വേറെ ഒന്നുമല്ല. മെറി മോഹിത്തിന്റെ ഫാമിലിയിലേക്ക് എത്തിച്ചേരുന്നത് ഡെഫിനറ്റ്ലി ഒരു മകളായിട്ടാണ് അല്ലേ, എല്ലാം ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ മോഹിത്തിന്റെ അമ്മ ഒന്ന് മുന്നിലേക്ക് ചേർന്ന് നിൽക്കാമോ? ഐ മീൻ യു ജസ്റ്റ് കം ഫോർവേഡ്. ഒരു സ്വീറ്റ് യെസ് ഒരു സ്വീറ്റ് ഹഗ് ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം മെറിയുടെ ഫാമിലിയിൽ നടക്കുന്ന ഫസ്റ്റ് ബിഗ് ഇവന്റ് കൂടിയാണ്. അതിന്റെ വലിയൊരു സന്തോഷം നമുക്കുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നോക്കട്ടെ, ഇതിൽ ആർക്കെങ്കിലും ഒരാൾക്ക് നമ്മൾ മൈക്ക് ഹാൻഡ് ഓവർ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആർക്ക് കൊടുക്കേണ്ടി വരും? ആദ്യം ആർക്ക് കൊടുക്കേണ്ടി വരും? മെറിയുടെ പപ്പയ്ക്കാണോ അമ്മയ്ക്കാണോ അതോ ഞാൻ സിസേറയ്ക്ക് കൊടുക്കണോ? ഇടുണ്ടോ? സിസേറയ്ക്ക് ഒന്ന് ഹാൻഡ് ഓവർ ചെയ്യാം. മെറിയുടെ ഓപ്ഷൻ ആണ്. സിസേറ, ഈ ഒരു മൊമെന്റില് അബൌട്ട് യുവർ ബ്രദർ എന്തോ ഒരു സിസ്റ്ററെ കൂടെ കിട്ടാണ് അല്ലേ, വലിയൊരു സന്തോഷമാണ്. എന്ത് പറയുന്ന ഈ ഒരു മൊമെന്റിൽ? സേ സംതിങ് പ്ലീസ്. I got a big sister. ഭയങ്കര ഹാപ്പിയാണ്.
ലൈക്ക് ഇപ്പോൾ എന്തുണ്ടെങ്കിലും ഐ കുഡ് ഓൾസോ ആസ്ക് മെറി ഫോർ എനിത്തിങ്. Cake cutting ceremony like Dingyalo. Let me invite Marie and Mohit with your family. You just come forward and slice into this beautiful betrothal cake together. Please come forward. Here we go. 3, 2, and 1. Congratulations. Everybody please put your hands together. The happiest moment is happening here. Congratulations, dear Marie and Mohit. बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली शोख नजर के जो पेच लड़ाने जाएगी। रायबरेली में तू बीच बाजारी जब हुस्न दिखाने जाएगी, होश उड़ाने वाली शोख नजर के जो पेच लड़ाने जाएगी। अरे महक के इतना से मर कहना, तेज हवा से बच के रहना, गिर जाए तो फिर ना कहना झुमका गिरा दे। झुमका, हाय झुमका, झुमका, what झुमका? What झुमका? What झुमका?
पिस्ता बर्फी सर्दियां विच गर्मी लगदी जद भी तू मेरे राह विचों चलदी यार पग विच मेरे कोलों लंघदी don't think about bubble up in front of me everybody trying to figure out your recipe just trying to get a piece baby now that you wanna get crazy crazy shorty take it slow then chippy chippy hey baby let me see it I just wanna eat it baby let me see it no I really need it baby let me see it I just wanna eat it ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ കണ്ണില്ലേ ഉദിച്ച ചന്ദ്രന്റെ ചന്തമായി ഞാൻ അറിഞ്ഞ പൊന്നല്ലേ കണ്ണല്ലേ നിനക്കു വെണ്ണിലാവ് പാൽക്കുടങ്ങൾ കൊണ്ടുവന്നു തന്നില്ലേ കണ്ണില്ലേ താരകങ്ങൾ കണ്ണുവച്ച പാരിജാതമല്ലേ താരയുടെ കൂടെ നെഞ്ച പഞ്ചവർണ്ണമല്ലേ തങ്കമെന്റെ കണ്ടതെന്ന പുണ്യം നീയെത്തി മുത്താരം അല്ലേ ഒരു സപ്പോർട്ട് ഇവിടെ നിന്നായിരിക്കോ? മോഹിത്തിന്റെ അത്രയൊന്നും എത്തില്ല എന്നാണ് പറയുന്നത്. എനിവേ ഫ്രണ്ട്സ് ഒരു മിനിറ്റ് പ്ലീസ്. നല്ല അടിപൊളി ഡാൻസ് ആണ് കേട്ടോ. ഇത്ര നന്നായിട്ട് ഡാൻസ് ചെയ്ത് ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. പിന്നെ ഇടയ്ക്കൊക്കെ വരുമ്പോൾ നമ്മുടെ കസിൻസ് ആണ്. Guys, sorry for all the flaws because this was absolutely last minute. Ella last minute പരിപാടിയായിരുന്നു. But I think they rocked it. വലിയ ലക്ക് എന്ന് പറയുന്നത് എന്താണെന്നറിയോ? ഇത്രയും നല്ലൊരു ഫാമിലിയും അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഫ്രണ്ട്സിനൊക്കെ കിട്ടി എന്നുള്ളതാണ്. ആ ഒരു സപ്പോർട്ട് കിട്ടി എന്നുള്ളതാണ്. എന്താണെങ്കിലും നിങ്ങൾക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരാളാണ് മെറി എന്നുള്ള കാര്യം എനിക്കിവിടെ മനസ്സിലായി. ആ സ്റ്റെപ്സും എക്സ്പ്രഷൻസ് ഒക്കെ ഉണ്ടപ്പോൾ ഞങ്ങളോട് മനസ്സിലായിട്ടുണ്ടായിരുന്നു. എനിവേ എന്തെങ്കിലും ഇവർക്ക് ഞാനൊരു സംസാരിക്കാൻ ഒരു ചാൻസ് ഞാൻ കൊടുക്കണ്ടേ? ഓഫ്കോഴ്സ്. ഇതിൽ ഏറ്റവും കൂടുതൽ ടോക്റ്റീവ് ആയിട്ടുള്ള ആരാണ്? ഏറ്റവും കൂടുതൽ സംസാരിക്കാനായിട്ട് എനിക്ക് മൈക്ക് കിട്ടിയാൽ മതി അങ്ങനെ എപ്പോഴെങ്കിലും പറയാനുള്ള ഒരാൾ? It's been 7 years with her, but I never ever felt short of a sister. She has seen all my ups and downs and she was always there with me, no matter what. So, you're not less than any sister for me and I love you so much. So I really wanted to, talk to lines. കോളേജ് ഞങ്ങള് പഠിക്കാന്നൊക്കെ തുടങ്ങിയ ഫ്രണ്ട്ഷിപ്പാണ്. അവിടെ നിന്ന് തുടങ്ങിയതാ. ഇപ്പോഴും ഉണ്ട് എല്ലാ കാര്യത്തിനും. അപ്പം ഐ വിഷ് ഹർ ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ ഹാപ്പി ബ്യൂട്ടിഫുൾ ലൈഫ്. ഐ ലവ് യു. താങ്ക് യു സോ മച്ച്. ഒരാൾ മതിയോ? ഒരാൾ കൂടി ഒരു ചാൻസ് വേണം. ഇപ്പൊ ഒരു ചാൻസ് ഉള്ളൂ, ഇനി കിട്ടില്ല. ഒരാളെ കൂടെ? യെസ്, യു പ്ലീസ്. ലിയ പറഞ്ഞ പോലെ ഞങ്ങളും കോളേജിൽ ഞങ്ങളൊന്നിച്ച് SPയിലാണ് പഠിച്ചത്. അപ്പം മെറി ഇസ് ലൈക്ക് വളരെ കെയറിങ് ആയിട്ടുള്ള ഒരാളായിട്ടാണ് എനിക്ക് മെറിനെ എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഞങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഓടിച്ചെല്ലാം. ഒരു കൗൺസിലിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഓടി മെറിയുടെ അടുത്ത് ചെന്നാൽ മതി, യു വിൽ ഗെറ്റ് ദാറ്റ് കൗൺസിലിംഗ്. അപ്പം ഞങ്ങൾ എപ്പോഴും പഠിക്കുന്ന ഒന്നിച്ചാണ്. ഞങ്ങളുടെ ടീച്ചറും മെറിയായിരുന്നു. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്, നമുക്ക് ഭയങ്കര പാടുള്ള ഒരു മാത്ത് പേപ്പർ ഉണ്ടായിരുന്നു. അത് ഭയങ്കര സിമ്പിളായിട്ട് മെറി ഞങ്ങളെ പഠിപ്പിച്ച് ഞങ്ങളെല്ലാവരും ജയിക്കുകയും ചെയ്തു. വി ആർ സോ താങ്ക്ഫുൾ. പല കാര്യങ്ങളിലും ഞങ്ങൾ ഭയങ്കര താങ്ക്ഫുൾ ആണ് മെറിയോട്. ആൻഡ് ലൈക്ക് ഐ കാൻ എക്സ്പ്രസ് ബട്ട് വി ആർ സോ ഹാപ്പി. അതായത് ഞങ്ങളുടെ കൂട്ടത്തിലെ ആദ്യത്തെ മാരേജ് ആണ്. ആൻഡ് മെറിയോട് എപ്പോഴും കല്യാണത്തെ കാര്യം പറയുമ്പോൾ മെറി പറയും, ഇല്ല ഞാൻ ആദ്യം കെട്ടൂല, നിങ്ങൾ ആരെങ്കിലും കെട്ടുള്ളൂ പറയും. ബട്ട് ആദ്യം മെറി തന്നെയാണ് കെട്ടുന്നത്. സോ വി ആർ സോ ഹാപ്പി ആൻഡ് വി ആർ സോ പ്രൗഡ് ഓഫ് യു. ആൻഡ് മോഹിത്, we hope you will take care of her very well. Yeah. Thank you. താങ്ക് യു സോ മച്ച്. അപ്പോൾ പ്രത്യേകമായിട്ട് നന്ദി അറിയിക്കുകയാണ്. എന്തെന്നും ഇതുപോലെ തന്നെ നിലനിന്ന് പോട്ടെ, അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നെക്സ്റ്റ് കാൻഡിഡേറ്റ്സ് ആണ്, അക്കാര്യം എന്താണെങ്കിലും ഉറപ്പായി. താങ്ക് യു ഡിയർ ഫ്രണ്ട്സ്, താങ്ക് യു സോ മച്ച്.
ഇവിടെ നമ്മൾ ഫ്രണ്ട്സിന്റെ ഒക്കെ ഡാൻസ് ഒക്കെ കണ്ടു, പക്ഷെ അതല്ലല്ലോ അല്ലേ? അത് മാത്രം, അതെ, ഈ ഒരു ഡാൻസ് മാത്രം കണ്ടാൽ പോരല്ലോ അല്ലേ? മോഹിത് തലയായിട്ടുണ്ട്, എനിക്കറിയില്ല. ഒരു ഡാൻസ് കൂടി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? അത് ആര് ചെയ്യണമെന്നാണ് ആഗ്രഹം? നിങ്ങൾ പറയുന്ന പോലെയാണ് നമ്മളിതോടെ ചെയ്യുള്ളൂ. നമ്മുടെ ഓഡിയൻസ് എന്ന് പറയണം, അല്ലെങ്കിൽ ഫാമിലി എന്ന് പറയുന്നു, അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്യുള്ളൂ. മോഹിത്തും മെറി കൂടി ചേർന്നിട്ട് ഒരു ബ്യൂട്ടിഫുൾ പെർഫോമൻസ് കണ്ടാലോ? റെഡി? യെസ്, ലെറ്റ് മീ വെൽക്കം മോഹിത്. मेरा ऐसे हो पूरा चंद्रमा, ओ तारा तेरा एक तारा मेरा, बाकी अंधेरा आसमां, न तेरे संग लागे बांधे जो पीपल पे धागे, इस सुरम के धारे बहते हैं नजरे बचा के, बदरंग में सतरंगा है इश्क रे, जोगी में और गंगा है इश्क रे. കണ്ട് എൻജോയ് ചെയ്തു, ഒന്ന് വരുമായിരുന്നു, ആസ്വദിച്ച് വരുമായിരുന്നു. ആക്ച്വലി ഒരു ഷുഗി കൂടെ ചെയ്താൽ നമുക്ക് കൊള്ളാന്നുണ്ട്. ഷൂസ് ഒന്നും നമ്മൾ എടുക്കുന്നില്ല, ബട്ട് ഒരു ഫ്ലവർ ഒക്കെ വെച്ച് സിമ്പിൾ ആയിട്ട് ഒരു 5 മിനിറ്റ് സമയം, അത്രയും പേരില്ല. മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹൂ ഇസ് മോർ റൊമാൻറ്റിക്? നിങ്ങളൊരു മോസ്റ്റ് റൊമാൻറ്റിക് പേഴ്സൺ എന്ന് പറയുകയാണെങ്കിൽ ആരായിരിക്കും? ഇതിപ്പോ എന്താണ് ഇത്ര ചോദിക്കാൻ എന്നാണ് പെട്ടെന്ന് തന്നെ അവിടെ ആൻസർ വന്നു. മോഹിത്താണ് ഇവിടെ ഫസ്റ്റ് ആൻസർ ചെയ്തത്. എന്താണെങ്കിലും ആദ്യത്തെ ചോദ്യത്തിന്റെ ഉത്തരം തന്നെ നല്ല പൊരുത്തണ്ടെന്ന് ഒരു പ്രൂവ് ചെയ്തിരിക്കുകയാണല്ലേ, ഒരു നല്ല കൈഡ് വേണമെങ്കിൽ കൊടുക്കാം കേട്ടോ. വെരി ഗുഡ്. ഡൗട്ട് ഒന്നുമില്ലല്ലോ. പിങ്ക് ഷെയ്ഡാണ് മെറി, പീച്ച് ഷെയ്ഡാണ് മോഹിത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ തമാശകളൊക്കെ പറയുന്നത്, വളരെ ഫണ്ണി ആയിട്ടുള്ളത് ആരാണ്? മോഹിത്താണോ മെറിയാണോ? തിരിഞ്ഞു നോക്കാൻ പാടില്ല. ആൻസർ അവിടെ കിട്ടിക്കഴിഞ്ഞു. മോഹിത് എന്നാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഫിയർ ഉള്ളത് ആർക്കാണ്? ഈ ചുമ്മാ ചോദിക്കുന്നതെന്ന് എനിക്കറിയാം, ഈ ചോദ്യം ഒരു വാലിഡ് അല്ലാന്ന് എനിക്ക് ഉറപ്പാണ്, എന്നാലും ചോദിക്കാമല്ലോ. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്റ്റേജ് ഫിയർ ഉള്ളത്? ചുമ്മാ വെറുതെ ഒരു ആൻസർ അല്ലേ, പറഞ്ഞേക്ക്. ആരും ഇല്ല. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അല്ലേ. ഹൂസ് എ ഗുഡ് ഡാൻസർ? നിങ്ങളുടെ നല്ലൊരു ഡാൻസർ ആരാണ്? ചോദിക്കാനില്ല. മെറി എന്നാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ആൻഡ് ഹൂസ് എ ഗുഡ് സിംഗർ? അത് നമ്മൾ കേട്ടില്ലല്ലോ. നിങ്ങൾ നല്ലൊരു പാട്ടുകാരൻ അല്ലെങ്കിൽ പാട്ടുകാരി. പക്ഷെ നമ്മുടെ ചോദ്യത്തിനൊരു ഉത്തരം തരണ്ടേ? മോഹിത്തോട് ആൻസർ ചെയ്ത് കഴിഞ്ഞു. ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മോഹിത്. ഒരു പേരെ പറയാൻ പറ്റുള്ളൂ, ഒരു പേര്. ഒരു പേര് സാരല്ല, വിട്ടുകൊടുക്കാം. പക്ഷെ ഈ ചോദ്യം ചോദിച്ചൊരു ഉത്തരം മാത്രമേ തരാൻ പാടുള്ളൂ. ഡിയർ ഓഡിയൻസ്, നിങ്ങളാണ് പറയേണ്ടത്, നിങ്ങളാണ് അവിടെ ജഡ്ജ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ കുക്കിങ്ങിനോടൊക്കെ താല്പര്യമുള്ളത്, ഐ മീൻ നിങ്ങളൊരു ഗുഡ് ഷെഫ്, മേ ബി ആരായിരിക്കാനാണ് സാധ്യത? ഫുൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മോഹിത് നാളെ രണ്ടുപേരോട് ആൻസർ ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ്. ആൻഡ് നിങ്ങൾ ഏറ്റവും നല്ലൊരു ഡ്രസ്സിങ് സെൻസ് അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സ്റ്റൈൽ ഉള്ളത് ആർക്കാണ്? നല്ലൊരു ഡ്രസ്സിങ് സെൻസ്, ഒരു സംശയമില്ല, മെറി. ഓൾ ക്രെഡിറ്റ്സ് ഗോസ് ടു മെറി എന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ ജങ്ക് ഫുഡ് അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ് ഫുഡ്, ഹോംലി ഫുഡിനേക്കാളൊക്കെ ഉപരിയായിട്ട് അങ്ങനെയൊക്കെ എൻജോയ് ചെയ്യാനായിട്ട് ഇഷ്ടം ഏറ്റവും കൂടുതൽ ആർക്കാണ്? ഒന്നും ചോദിക്കേണ്ട, മെറി എന്നാണ് ഇവിടെ ആൻസർ ചെയ്തിരിക്കുന്നത്. ശരിക്കും ഇവർ രണ്ടുപേരും ഭയങ്കര പ്ലാൻഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, നിങ്ങൾ ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ്? മോഹിത് എന്നാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. ചെറിയ ഉത്തരങ്ങൾ മാത്രമേ തെറ്റിക്കുന്നുള്ളൂ, ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് കറക്റ്റ് ആണ്. ആൻഡ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, ഹു ഗോട്ട് ബെറ്റർ ഗ്രേഡ്സ് ഇൻ സ്കൂൾ? നിങ്ങളുടെ സ്കൂൾ ലൈഫിലൊക്കെ ബെറ്റർ ഗ്രേഡ്സ് കിട്ടിയിട്ടുള്ളത്? ഓപ്പോസിറ്റ് ആൻസേഴ്സ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരും മെറി എന്നാണ് ആൻസർ ചെയ്തിരിക്കുന്നത്. വെരി ഗുഡ്. ആൻഡ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫിനാൻസ് ഒക്കെ ഒന്ന് മാനേജ് ചെയ്യുകയാണെങ്കിൽ അത് ഭംഗിയായിട്ട് മാനേജ് ചെയ്യാനായിട്ടുള്ള സാധ്യത ആർക്കായിരിക്കും? ആബ്സല്യൂട്ട്ലി മോഹിത് എന്നാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾമോസ്റ്റ് എൻ്റെ ചോദ്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ? Who proposed first? രണ്ടുപേരും കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ചെയ്തിട്ടുണ്ട്.
മോഹിത് എന്നാണ് രണ്ടുപേരും ആൻസർ ചെയ്തിരിക്കുന്നത്. പെർഫെക്റ്റ്. മോഹിത് ഒക്കെ കറക്റ്റ് ആണല്ലോ ആൻസേഴ്സ്, ഒന്നും ചോദിക്കാനില്ല. മോഹിത്തിനും മെറിക്കും സ്പെഷ്യൽ താങ്ക്സ് അറിയിക്കുകയാണ്. എന്താണെങ്കിലും രണ്ടുപേരും മെയ്ഡ് ഫോർ ഈച്ച് അതർ ആണെന്നത് എഗെയിൻ ആൻഡ് എഗെയിൻ ഇവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് വൺസ് എഗെയിൻ. എനിവേ നമ്മുടെ ടോട്ടൽ ഇവന്റ് എന്ന് പറഞ്ഞാൽ കോർഡിനേറ്റ് ചെയ്യുന്നത് സിറ്റി ഇവന്റ്സ്.
का इशारा